യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒന്ന് എണീറ്റ് നിൽക്കാം. രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് നമുക്ക് യേശുവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യേശുവിൻ്റെ പ്രിയപ്പെട്ട അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് സ്വർഗവാസിയോട് മുഴുവൻ ചേർന്ന് യേശുവിനെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് അപ്പസ്തോലന്മാരോട് ചേർന്ന് വിശുദ്ധരോട് ചേർന്നുകൊണ്ട് യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷക ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ നാഥനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രാജാവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എല്ലാമായ യേശുവേ ഞങ്ങളങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. പിതാവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ ആഴമായ വിശുദ്ധിയും എളിമയും വിനയവും ദൈവസ്നേഹവും ഞങ്ങളിലേക്ക് പകരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ഞങ്ങൾ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആമേൻ. നമ്മളെല്ലാവരും യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ ഒത്തിരി സ്നേഹിക്കുന്നു. നമ്മുടെ സ്വന്തം അമ്മയായി ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മളെല്ലാവരും പരിശുദ്ധ മാതാവിനെ സ്നേഹിക്കുന്നവരാണ്. അമ്മയുടെ വിമല ഹൃദയത്തിൽ നമുക്കെല്ലാവർക്കും ഇടമുണ്ട്. പരിശുദ്ധ അമ്മ സഹിക്കുന്നവരുടെയും ഒറ്റപ്പെടുന്നവരുടെയും ഹൃദയം തകർന്നവരുടെയും മുറിവേറ്റവരുടെയും ഒക്കെ അമ്മയാണ്. നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ് പരിശുദ്ധ മറിയം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൽ പരിശുദ്ധ ദൈവമാതാവായ കന്യകാമറിയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു വിശ്വാസ ജീവിതമില്ല. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ വലിയ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ് പരിശുദ്ധ മറിയം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കാം. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 46, 47, 48 വചനങ്ങൾ. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു.
ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രവർത്തിക്കും. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. മഹത്വമെല്ലാം ഇവിടെ പരിശുദ്ധ മറിയം കർത്താവിന് കൊടുക്കുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എല്ലാ മഹത്വവും നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നവരായിട്ട് മാറണം. നമ്മളൊക്കെ നിസ്സാരരായ മനുഷ്യരാണ്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു, അത് മാത്രമാണ് നമ്മുടെ വിലയെന്ന് പറയുന്നത്. ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നു, അതാണ് നമ്മൾ വിലയുള്ളവരായിട്ട് മാറുന്നതിൻ്റെ കാരണം. ദൈവം നമുക്ക് എന്തൊക്കെ തന്നോ, അനുഗ്രഹം തന്നോ, കൃപ തന്നോ, നന്മകൾ തന്നോ, അല്ലെ ഭൗതികമായ ഉയർച്ച തന്നോ, എല്ലാറ്റിനും നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായിട്ട് മാറണം. ഈ ലോകം തരുന്ന മഹത്വം നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. നമ്മൾ എല്ലാ മഹത്വം ദൈവത്തിന് കൊടുക്കുക. കാരണം എല്ലാം ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയതാണ്. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എനിക്ക് രക്ഷ നൽകിയ, അനുഗ്രഹം നൽകിയ, എൻ്റെ കണ്ണുനീര് തുടച്ച, എൻ്റെ പാപങ്ങൾ മോചിച്ച എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കുന്നു. എൻ്റെ ചിത്തം, എൻ്റെ മനസ്സ് എൻ്റെ രക്ഷകനായ യേശുവിൽ ആനന്ദിക്കുക. അല്ലെ, എൻ്റെ മനസ്സ് ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ ആനന്ദിക്കുന്നതാവരുത്. ലോകത്തിൻ്റെ കാര്യങ്ങളിലാണല്ലോ ഇന്ന് മനുഷ്യൻ ആനന്ദം കണ്ടെത്തുന്നത്. ജഡികമായ മോഹങ്ങൾ, ലോകത്തിൻ്റെ സുഖങ്ങൾ, ലോകത്തിൻ്റെതായ പാഷണ്ഡതകൾ, മറ്റ് തിന്മകൾ, ഇതിലാണ് ഇന്ന് ഒത്തിരി പേര് മനസ്സ് സന്തോഷിക്കുന്നത്. ആസക്തിയുടെ കാഴ്ചകൾ, ജഡിക പ്രലോഭനങ്ങൾ, തിന്മയുടെ കാഴ്ചകൾ, സിനിമകൾ, സീരിയലുകൾ, അങ്ങനെ ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ ഒരിക്കലും നമ്മുടെ മനസ്സ് ആനന്ദിക്കുവാനോ ആഹ്ലാദിക്കാനോ പാടില്ല. ഇവിടെ പരിശുദ്ധ മറിയം പറയുക, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നമ്മൾ ഓരോരുത്തരും രക്ഷകനായ യേശുവിൽ ആനന്ദിക്കുന്നവരായിട്ട് മാറണം. ദൈവം എനിക്ക് എത്രയോ അനുഗ്രഹങ്ങൾ നൽകി, ഭൗതിക അനുഗ്രഹങ്ങൾ, എത്രയോ ആത്മീയ നന്മകൾ, കൃപകൾ, കൃപാവരങ്ങൾ നൽകി. നമുക്ക് ആനന്ദിക്കാം, രക്ഷകനായ യേശുവിൽ ആനന്ദിക്കാം. പരിശുദ്ധ മറിയം തൻ്റെ പുത്രനായ, തൻ്റെ തന്നെ രക്ഷകനായ യേശുവിൽ ആനന്ദിക്കുന്നു എന്നാണ് വചനത്തിൽ പറയുന്നു. ഇത് മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ്. അത് നമുക്ക് മറിയത്തോട് ചേർന്ന് രക്ഷകനായ യേശുവിനെ ആരാധിക്കാം. മറിയത്തോട് ചേർന്ന് നമുക്ക് ക്രിസ്തുവിൽ ആനന്ദിക്കാം. ഹല്ലേലൂയ. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രാർത്ഥിക്കും. തൻ്റെ ദാസിയുടെ താഴ്മയെ അവിടുന്ന് കടാക്ഷിച്ചു. ദൈവം എപ്പോഴും ഉയർത്തുന്നത് താഴ്മയുള്ളവരെയാണ്. താഴ്മയുള്ളവരെയാണ് ദൈവം വലിയവരാക്കി മാറ്റുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പത്രങ്ങളിൽ, ടെലിവിഷനിൽ, വാട്സാപ്പിലൊക്കെ ഒത്തിരിയേറെ പ്രചരിപ്പിക്കപ്പെട്ട വളരെ ഹൃദയസ്പർശിയായ ഒരു രംഗമുണ്ട്. സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പ സുഡാൻ എന്ന രാജ്യത്തെ സമാധാനത്തിലേക്ക് നയിക്കാൻ വേണ്ടി അവിടുത്തെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ഉന്നതരുടെ കാൽപാദങ്ങൾ ചുംബിക്കുന്ന ഹൃദയസ്പർശിയായ കാഴ്ച. അവിടെ കാൽപാദങ്ങൾ ചുംബിക്കുമ്പോൾ ഞാൻ പത്രത്തിൽ വായിച്ചു, പ്രസിഡന്റിൻ്റെ ഭാര്യ ഏങ്ങി കരയുകയായിരുന്നു. അവിടെയൊക്കെ ഹൃദയത്തെ ആഴമായ അനുതാപത്തിലേക്ക് നയിക്കത്തക്ക വിധം പിതാവിൻ്റെ ആ കാൽപാദത്തിൽ വീണുള്ള ചുംബനം ശക്തമായിട്ട് മാറുകയാണ്. നോക്കുക, സഭയുടെ പരമാധ്യക്ഷനാണ് ഇത് ചെയ്തത്. യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകിയില്ലേ? ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഞാനും നിങ്ങളും അങ്ങനെ ആകണം. അതാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ മറിയം പറയുന്നു, തൻ്റെ ദാസിയുടെ താഴ്മയെ അവിടുന്ന് കടാക്ഷിച്ചു. ആ താഴ്മയുള്ളവരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത്. കടാക്ഷിക്കുക എന്ന വാക്ക് അതിന് വലിയൊരർത്ഥമുണ്ട്. നോട്ടോ അല്ലെ അങ്ങനൊന്നുമല്ല. കടാക്ഷിക്കുക അത് പ്രത്യേകമായ ദൈവത്തിൻ്റെ ഒരു കടാക്ഷമാണ്.
താഴ്മയുള്ളവരുടെ മേൽ പ്രത്യേകമായ കർത്താവിൻ്റെ ഒരു കടാക്ഷം ഉണ്ടായിരിക്കും. അത് സത്യമാണ്. താഴ്മയുള്ളവരെ അവിടുന്ന് കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രവർത്തിക്കും. നൂറ്റാണ്ടുകൾ 20ഓളം കടന്നുപോയി. ലോകം മുഴുവൻ പരിശുദ്ധ മറിയത്തെ പ്രകീർത്തിക്കുക, അവളുടെ താഴ്മയെ പ്രകീർത്തിക്കുക. താഴ്മയുള്ളവരെയാണ് ദൈവം ഉയർത്തുന്നത്. തലമുറകൾ മറിയത്തെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നു. കാരണം അത്രമാത്രം മറിയം താഴ്മയിലേക്ക് വന്നിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മെയ് മാസം വണക്കമാസമായിട്ട് മാതാവിൻ്റെ നമ്മൾ ആചരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ആ പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്നുണ്ട്. വീട്ടിൽ നമ്മൾ കാണാം, കുരിശുപള്ളികളിലൊക്കെ വണക്കമാസം ചൊല്ലി ആഘോഷിക്കുന്നൊക്കെയുണ്ട്. ഒത്തിരി നല്ലതാണ് ഇതൊക്കെ. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ, ഈ മെയ് മാസം നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുകയും അമ്മയിൽ വിളങ്ങി നിന്ന പുണ്യങ്ങൾ അതേ ധ്യാനിക്കുകയും അമ്മയെ സ്വന്തമാക്കാൻ, അമ്മയുടെ ഹൃദയത്തിൻ്റെ സ്വന്തമായിട്ട് നമ്മൾ മാറണം. അമ്മയിൽ നിറഞ്ഞു നിന്ന വിളങ്ങി നിന്ന പുണ്യങ്ങൾ വിനയം, താഴ്മ, വിശുദ്ധി, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ളതായ ആ വലിയ മനസ്സ്, സഹനങ്ങളിൽ പതറാതെ നിന്ന അമ്മയുടെ ആ ഒരു വലിയ ഒരു സ്നേഹം, അപ്പസ്തോലന്മാരെയൊക്കെ കൂടെ നിർത്തി അവരെ സ്നേഹിച്ച് ധൈര്യപ്പെടുത്തിയ ആ അമ്മയൊക്കെ നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാൻ പറ്റും. ആ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്ന ഈ പുണ്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയൊക്കെ ഈ ദിവസങ്ങൾ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മെയ് മാസം അതിനുവേണ്ടി നമുക്കൊന്ന് ആഗ്രഹിക്കാം. പ്രത്യേകം മാതാവിനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുക. ജപമാല നിങ്ങൾ ധാരാളമായിട്ട് ചൊല്ലുക. ലോകത്തിൻ്റെ മാനസാന്തത്തിന് വേണ്ടി. ഫ്രാൻസിസ് മാർപ്പാപ്പ സുഡാൻ്റെ ഭരണാധികാരിയുടെ കാൽപാദങ്ങൾ ചുംബിച്ചത് ആ രാജ്യത്ത് സമാധാനം നിലനിൽക്കാൻ വേണ്ടിയാണ്. ഏതാനും വർഷങ്ങൾ കൊണ്ട് 4 ലക്ഷത്തിലധികം പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്, വധിക്കപ്പെട്ടത്. എത്രയോ വേദന നിറഞ്ഞ അനുഭവം ഇത്. എത്രയോ രാജ്യങ്ങളിലാണ് നിരപരാധികൾ വധിക്കപ്പെടുന്നു, ദേവാലയങ്ങൾ തകർക്കപ്പെടുന്നു, ബോംബ് സ്ഫോടനങ്ങളിൽ കൊച്ചു കുഞ്ഞുങ്ങൾ മരിക്കുന്നു. സമാധാനം ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ. പരിശുദ്ധ അമ്മയെ സമാധാനത്തിൻ്റെ രാജ്ഞി എന്ന് വിളിക്കുന്നുണ്ട്. മെജുഗോറി പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, ഞാൻ സമാധാനത്തിൻ്റെ അമ്മയാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ തന്നെ, അമ്മ നമ്മുടെ കുടുംബത്തിൽ വസിക്കുമ്പോൾ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനമാവും. ലോകം മുഴുവൻ സമാധാനം നിറയണം. അതിനുവേണ്ടി നമുക്ക് പരിശുദ്ധ മാതാവിനെ മധ്യസ്ഥം പ്രാർത്ഥിക്കാം. ആത്മീയ കൃപാവരങ്ങൾ ധാരാളമായിട്ട് നിറഞ്ഞ് ദൈവരാജ്യ വേലയിൽ ഉത്സുകരായി തീരാൻ വേണ്ടി നമുക്ക് മാതാവിന് മധ്യസ്ഥം പ്രത്യേകം പ്രാർത്ഥിക്കണം. ആത്മീയ വരദാനങ്ങളുടെ വലിയൊരു സമൃദ്ധി കൊണ്ട് നമ്മളെല്ലാവരും നിറയാൻ വേണ്ടി അമ്മയെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ആത്മീയ ജീവിതയാത്രയിൽ അമ്മയുടെ കൈകളിൽ നമുക്ക് മുറുകെ പിടിക്കണം. എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സഹനങ്ങളും നൊമ്പരങ്ങളുമൊക്കെ ഉണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സ് തകർക്കപ്പെടുന്ന വാർത്തകളാണ് പത്രങ്ങളിൽ കാണുന്നത്. എത്രയോ രാജ്യങ്ങളിലാണ് നിരപരാധികൾ ബോംബ് സ്ഫോടനങ്ങളിൽ, അതുപോലെ ഭീകര വെടിയേറ്റൊക്കെ മരണപ്പെടുന്നു. നമ്മുടെയൊക്കെ ഹൃദയം നോവണം. ലോകം മുഴുവൻ സമാധാനമുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് ഈ മെയ് മാസത്തിൽ ദൈവസന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കണം. ലോകം മുഴുവൻ സമാധാനമുണ്ടാവണം. എല്ലാ മതവിഭാഗങ്ങളും സ്നേഹത്തിൽ ഐക്യപ്പെടണം. എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നവരായിട്ട് മാറണം. ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിലുള്ള വിഭാഗിതയൊക്കെ ലോകത്തു നിന്ന് മാറിപ്പോവട്ടെ. ലോകം മുഴുവൻ ദൈവസാന്നിധ്യം കൊണ്ട് നിറയണം. യേശു ഉയർത്തുന്നതിന് ശേഷം നൽകിയ സന്ദേശം ഇതാണ്: നിങ്ങൾക്ക് സമാധാനം. ഈ സമാധാനത്തിൻ്റെ സന്ദേശം ലോകം മുഴുവൻ പ്രചരിക്കപ്പെടണം.
എല്ലാ ഹൃദയങ്ങളിലും ക്രിസ്തു വസിക്കണം. ക്രിസ്തു നൽകുന്ന സമാധാനം ലഭിക്കണം. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണം. അതിന് നമ്മൾ പരിശ്രമിക്കണം. പരിശുദ്ധ മാതാവ് എളിമയുടെ ഏറ്റവും വലിയ മാതൃകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി. മാമോദീസായിലൂടെ ക്രിസ്തുവിനോട് ഒന്നായിത്തീർന്ന നമുക്ക് ദാസൻ്റെ ദാസിയുടെ പദവിയിലേക്ക് ഇറങ്ങി വരേണ്ടിയിരിക്കുന്നു. എളിമ ഉള്ളവരിലൂടെയാണ് സമാധാനവും സ്നേഹവും ഒക്കെ സമൂഹത്തിലേക്ക് ഒഴുകുന്നത്. അനേക വിശുദ്ധന്മാരുടെ ജീവിതം പഠിക്കുമ്പോൾ അവരൊക്കെ വിശുദ്ധരായെങ്കിൽ അവരൊക്കെ ഭൂമിയോളം താന്നവരാ. എത്രമാത്രം എളിമപ്പെടാമോ അത്രമാത്രം അവരൊക്കെ എളിമപ്പെട്ടിരുന്നു. അപ്പോൾ എളിമ എന്ന വലിയ പുണ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവർ നമ്മളെ അപകീർത്തിപ്പെടുത്തുമ്പോൾ, നമ്മളെ ചവിട്ടിമെതിക്കുമ്പോൾ, നമ്മുടെ സൽപ്പേര് നശിപ്പിക്കുമ്പോൾ ഓർക്കുക, അവർ ചെയ്യുന്ന തിന്മ അതിലൂടെ എനിക്ക് വലിയ നന്മ ദൈവം ഒരുക്കുകയാണ്. ഞാൻ എളിമപ്പെടാൻ വേണ്ടി ഇതൊക്കെ സംഭവിക്കുന്നു. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എന്ത് വരട്ടെ, നമ്മൾ എത്രമാത്രം എളിമപ്പെടാമോ അത്രമാത്രം എളിമയിലേക്ക്, ദൈവസ്നേഹത്തിൻ്റെ നിറവിലേക്ക്, പരിശുദ്ധിയിലേക്ക് നമുക്ക് കടന്നു വരാം. പരിശുദ്ധ അമ്മയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് ഈ ആത്മീയ ജീവിതത്തെ നമുക്ക് പൂർത്തിയാക്കാം. യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ വഴികളിൽ പരിശുദ്ധ അമ്മ താഴ്മയോടെ ഉണ്ടായിരുന്നു. ആരോടൊരു പരാതി പറയാതെ കണ്ണുനീരണിഞ്ഞ മുഖവുമായിട്ട് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ ആ എളിമ നമുക്ക് തരാൻ വേണ്ടി പ്രത്യേകം മാതാവിനോട് പ്രാർത്ഥിക്കാം. മാതാവിൻ്റെ ഉള്ളിൽ വസിച്ച പരിശുദ്ധാത്മാവ ആ പുണ്യമെല്ലാം മാതാവിന് കൊടുത്ത്, പരിശുദ്ധ ദൈവമാതാവേ, അമ്മയിൽ വസിച്ച ആ പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവ് ഞങ്ങൾക്ക് തരണം. പരിശുദ്ധാത്മാവേ, എളിമയും വിനയവും വിശുദ്ധിയും ഒക്കെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം. ആഴമായ ദൈവസ്നേഹത്തിൻ്റെ നിറവിലേക്ക് നയിക്കണം. ജപമാലയിലൂടെ നമ്മൾ ധ്യാനിക്കുന്നത് യേശുവിൻ്റെ രക്ഷാകര ചരിത്രമാണ്. സന്തോഷത്തിൻ്റെ 5 രഹസ്യങ്ങളിൽ യേശുവിൻ്റെ ബാല്യകാലം, ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളിൽ യേശുവിൻ്റെ പീഡാസകരമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പ്രകാശ രഹസ്യങ്ങളിൽ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൽ അവിടുന്ന് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മഹിമയുടെ രഹസ്യങ്ങളിൽ മാത്രമാണ് 2 രഹസ്യങ്ങൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നത്. മാതാവിൻ്റെ സ്വർഗാരോഹണവും സ്വർഗരാജ്യം മുടിതിരിപ്പിച്ച അത്. സഭയുടെ വിശ്വാസ സത്യമാണ് മറിയം സ്വർഗാരോപണം ചെയ്യപ്പെട്ടു, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. മറിയം അമലോത്ഭവയാണ്, മറിയം നിത്യകന്യകയാണ്. അത് സഭയുടെ പഠനങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം, പൂർണ്ണമായിട്ട് നമ്മളത് ഏറ്റെടുക്കണം. അത് ജപമാല പ്രാർത്ഥനയിലൂടെ ആഴമായിട്ട് നമ്മൾ യേശുവിൻ്റെ രക്ഷാകര ജീവിതമാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എത്രമാത്രം ജപമാല ചൊല്ലുന്നോ അത്രമാത്രം നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയും അഭിഷേകം ചെയ്യപ്പെടുകയാണ്. മഹാവിശുദ്ധനായ പാദ്രി പിയോ, അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന ഒരു ദിവസം അദ്ദേഹം 40 ജപമാലയൊക്കെ ചെല്ലുമായിരുന്നു. എത്രയോ വലിയ വിശുദ്ധന സമയം കണ്ടെത്തുകയാ, ജപമാല ചൊല്ലി ചൊല്ലി പ്രാർത്ഥിക്കുക. അതിനുള്ള വിശുദ്ധീകരണമാണ്. വിശുദ്ധനായ ജോൺ പോൾ II, അദ്ദേഹത്തിന് ഹൃദയത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ജപമാലയായിരുന്നു. നിരന്തരമായിട്ട് ജപമാല ചൊല്ലുന്ന വലിയൊരു വിശുദ്ധനായിരുന്നു. നമുക്കും ജപമാല ഭക്തരായിട്ട് മാറാം. ഈ മെയ് മാസം ഏറെ ജപമാല ചൊല്ലി നമുക്ക് മാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കാം. ഏറെ ജപമാല ചൊല്ലി നമുക്ക് വിശുദ്ധീകരിക്കപ്പെടാം. ജപമാല ചൊല്ലി ശക്തരായിട്ട് മാറാം. ജപമാല ചൊല്ലി ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാം. ക്രിസ്തുവിനെ ധ്യാനിക്കുകയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. ക്രിസ്തുവിൻ്റെ അമ്മയെ നമ്മുടെ ഹൃദയത്തിന് സ്വന്തമാക്കാം. അമ്മയുടെ ഹൃദയത്തിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ, ദൈവമാതാവേ, അമ്മ ഞങ്ങളെ കൈപിടിച്ചു നടത്തണമേ. അമ്മ ഞങ്ങളെ എപ്പോഴും കാത്തുകൊള്ളണമേ. എളിമയുടെ വലിയൊരു പുണ്യം, ആ ഒരു കൃപ ഞങ്ങൾക്ക് തരുവാൻ അമ്മ അപേക്ഷിക്കണമേ.
യേശുവെ നന്ദി, യേശുവെ സ്തുതി, പരിശുദ്ധാത്മാവെ നന്ദി. ആമേൻ. അതായത് ഈ കുടുംബം തിരുവനന്തപുരത്തു നിന്ന് ഇന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നതാണ്. അതായത് വാടിയിൽ നമ്മുടെ ബൈബിൾ കൺവെൻഷൻ നടക്കുമ്പോൾ അതിൻ്റെ അവസാന ദിവസം അല്ലേ, അവസാനത്തെ ദിവസം ഞാൻ കൺവെൻഷൻ കഴിഞ്ഞ് പോകാനുള്ള തിരക്കിലാണ് അല്ലേ. ആ സമയത്ത് ഈ സഹോദരി ഓടി എൻ്റെ അടുക്കൽ വന്നു അല്ലേ ഓടി വന്നിട്ട് അവർ പറഞ്ഞു ഇവർക്ക് മക്കളില്ല, പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു തിരക്കാണ്, പോകാൻ തുടങ്ങുകയാണ്. പിന്നെ ഈ മകൾ പറഞ്ഞു, ബ്രദർ എന്നെ ഒന്ന് തൊട്ടാൽ മതി എന്ന് പറഞ്ഞു, എന്നെ തൊട്ടിട്ട് പോയാമെന്ന് പറഞ്ഞു. ഞാൻ ഈ മകളുടെ തലയിൽ കൈവച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞു, നിൻ്റെ മനസ്സിലെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്നൊരു വാക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയും ചെയ്തു. ഈ മകൾ വിവാഹം കഴിഞ്ഞിട്ട് 22 വർഷമായിട്ട് മക്കളില്ല. 22ാമത്തെ വർഷം കർത്താവ് കൊടുത്ത കുഞ്ഞാണിത്. എന്താ പേര്? ആൻമേരിയെ 22ാം വർഷം കൊടുത്തു. ഇനി അത്ഭുതം നിങ്ങൾ ബാക്കിയുടെ കേൾക്കണം. ഈ മകൾക്കിപ്പോൾ 49 വയസ്സ് പ്രായം, മകന് 54 വയസ്സ് പ്രായം. ഹല്ലേലൂയ. അബ്രാഹത്തെയും സാറയും അനുഗ്രഹിച്ച കർത്താവ് ഒരത്ഭുതം പ്രവർത്തിച്ചിരിക്കുകയാണ്. കൈയടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഇത് അത്ഭുതമാണ്, ഇതാണ് മിറക്കിൾ, ദൈവത്തിന്റെ പ്രവൃത്തി. 49ാമത്തെ വയസ്സിൽ കർത്താവ് ഒരു കുഞ്ഞിനെ കൊടുക്കുകയാ. ഹല്ലേലൂയ. ജീവിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ നമ്മുടെ കൂടെ ഉണ്ട്. മക്കളെ തരുന്നവൻ നമ്മുടെ കൂടെ ഉണ്ട്. ഒന്നുകൂടെ കൈ ഉയർത്തി നടിച്ചേ. യേശുവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. എൻ്റെ പേര് ലില്ലി, ഭർത്താവിൻ്റെ പേര് ജോർജ് സ്റ്റീഫൻ, കുഞ്ഞിൻ്റെ പേര് ആൻമേരി. എനിക്ക് 22 വർഷങ്ങളായിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല. 3-4 അബോർഷൻസ് ഉണ്ടായതാണ്. ഞാൻ ഒത്തിരി ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് ലാസ്റ്റിൽ ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ആ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്താണ് എൻ്റെ ജീവിതത്തിൽ നിന്നും. എങ്കിലും ഓരോരുത്തർ എനിക്ക് മക്കളില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് വേദന തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കും, അബ്രഹാമിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്നെയും അനുഗ്രഹിക്കും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. എങ്കിലും ഒരുപാട് വൈകിപ്പോയെന്ന് എല്ലാവരും പറഞ്ഞെന്നെ കുറ്റപ്പെടുത്തും. ഓ ഇനി എന്ത് മക്കൾ ഉണ്ടാകാനാ നിനക്ക് എന്ന് പലരും എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട്. അപ്പോഴേ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ മറുപടി പറയാതെ ഇരുന്ന് തേങ്ങിയിട്ടുണ്ട്, ഒരുപാട് തേങ്ങിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ ധൈര്യം കൈവിടാതെ എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞ്, ലില്ലി വിഷമിക്കണ്ട, ലില്ലിക്ക് ഒരുപാട് വയസ്സൊന്നും ആയിട്ടില്ല, ലില്ലി ഒന്നുകൂടെ ഡോക്ടറെ പോയി കാണ്. അപ്പോൾ ഡോക്ടർ എന്ത് പറയുന്നെന്നറിയാമല്ലോ. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ്, ലില്ലിയുടെ ഗർഭപാത്രത്തിന് ഇന്ന് യാതൊരു കുറവുമില്ല, ഹസ്ബൻഡിനും കൂടെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഹസ്ബൻഡിനും ചെക്ക് ചെയ്തു. അപ്പോൾ പറഞ്ഞ് ഹസ്ബൻഡിനും ഒരു കുഴപ്പമില്ല, പക്ഷേ ഞങ്ങൾക്ക് കുട്ടികളില്ല. അവസാനം ഒരു ദിവസം ഞാൻ ഇങ്ങനെ അറിഞ്ഞു, വാടി പള്ളിയിൽ സാഹു ബ്രദർ വരുന്നുണ്ടെന്ന്. ഞാൻ രാത്രി ധ്യാനത്തിന് 12 മണിയാവും ഞങ്ങൾ വർക്കല വീട്ടിലെത്തുമ്പം. എങ്കിലും ഞാൻ ഓടി വന്ന് പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്തു. പക്ഷേ ഒരു ദിവസം പോലും എനിക്ക് ബ്രദറിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ലാസ്റ്റ് ദിവസം ഞാൻ ഓടി, ഭയങ്കരമായ തിരക്ക്, ഈ തിരക്കൊന്നുമല്ല വാടിയിൽ, ഭയങ്കരമായ തിരക്കായിരുന്നു. എവിടെ നിന്നൊക്കെയോ ജനങ്ങൾ വന്ന് മറിയുമായിരുന്നു. ഇതേ സീസൺ ആയിരുന്നു 3 വർഷങ്ങൾക്ക് മുൻപ്. അപ്പോൾ ഞാൻ ബ്രദറിനെ കാണാനായിട്ട് ഓടിച്ചെല്ലും, പക്ഷേ കാണാൻ പറ്റത്തില്ല. ലാസ്റ്റ് മൂമെൻറ്റ് ഞാൻ എങ്ങനെയോ തിരക്കിനുള്ളിലൂടെ ഓടി ബ്രദറിൻ്റെ അടുത്ത് ചെന്നപ്പം ബ്രദർ പറഞ്ഞ്, ഞാൻ നല്ല തിരക്കില്ല, ഇന്ന് ലാസ്റ്റാണ്, എനിക്ക് എവിടെയോ പോകാനുണ്ട്, രാവിലേക്ക് മുമ്പേ എനിക്ക് കോട്ടയത്തെത്തണം, എനിക്ക് പോകാൻ നല്ല തിരക്കാണ്. ആ തിരക്കിനുള്ളിലെ യേശുവിനെ തേടി ഓടുന്ന ഒരു മകളെ പോലെ ഒന്ന് വസ്ത്രത്തിലൊന്ന് തൊട്ടാലും മതി, ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ആ തിരക്കിനുള്ളിലൂടെ ഞാൻ ഓടി, ഭ്രാന്തിയെ പോലെ ഓടി. എന്നിട്ട് ബ്രദറിനോട് ഞാൻ പറഞ്ഞു, ബ്രദറെ ഒന്ന് തൊട്ടിട്ട് പോ ബ്രദറെ, എന്നെ ഒന്ന് തൊട്ടാൽ മതി, വേറെ ഒന്നും പറയണ്ട, എൻ്റെ തലയിലൊന്ന് തൊട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞ്, മോളുടെ ആഗ്രഹം എന്തായാലും നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബ്രദർ ഓടി അങ്ങ് പോയി. ആ മാസം തന്നെ ഞാൻ 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി. ഇന്നിപ്പോൾ എനിക്ക് 1.5 വയസ്സ് പ്രായമുള്ള ഒരു മകളുണ്ട്. കർത്താവ് എനിക്ക് നൽകിയ അനുഗ്രഹത്തിനായി എത്ര പാടി സ്തുതിച്ചാലും മതിയാകില്ലെന്ന് എനിക്കറിയാം. ഇന്ന് ഞാൻ മക്കളില്ലാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിലും എൻ്റെയും എൻ്റെ കുഞ്ഞുമകളെയും ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നൊരു അപേക്ഷ കൂടി എനിക്ക് എല്ലാവരോടും ഉണ്ട്. ഹല്ലേലൂയ. നോക്കുക, 22ാമത്തെ വർഷം ഈ മകളുടെ 49ാം വയസ്സിൽ കർത്താവ് ഒരു പെൺകുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കുക. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. അബ്രാഹത്തെയും സാറയും അനുഗ്രഹിച്ചു. ഈ മകള് വലിയ വിശ്വാസത്തോടെ വന്നത്, ഒന്ന് തൊട്ടാൽ മതി,
ഞാൻ അനുഗ്രഹിക്കപ്പെടും. അവിടെ ആ വിശ്വാസത്തിൻ്റെ മേൽ കർത്താവിൻ്റെ അഭിഷേകം ഇറങ്ങി. കർത്താവ് യേശു ഈ മകളെ തൊട്ടു. ഈ ഗർഭപാത്രം അനുഗ്രഹിക്കപ്പെട്ടു. 22ാമത്തെ വർഷം ആൻമരിയ എന്ന കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ച ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് 2 കരമുയർത്തി ഒന്ന് സ്തുതിച്ച് എല്ലാവരും യേശുവേ നന്ദി പറയുന്നു. കർത്താവേ നന്ദി പറയുന്ന ഈശോയെ സ്തുതിക്കുന്നു. ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ മക്കളില്ലാത്ത എല്ലാവർക്കും മക്കളെ കൊടുക്കണമേ. മക്കളില്ലാത്ത എല്ലാവർക്കും മക്കളെ കൊടുക്കണമേ. വന്ധ്യത വിട്ടുമാറട്ടെ. കവിണ്ട് കുറവുള്ളവർക്ക് കവിണ്ട് വർദ്ധിക്കട്ടെ. യേശുവേ കരുണ ചൊരിയണമേ. ഈ ജനസമൂഹത്തിന്മേൽ കരുണ ഒടിക്കണമേ. വന്ധ്യത വിട്ടുമാറട്ടെ. മക്കൾ പിറക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ വലത് കരമേറ്റ് പിടിച്ച് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് യേശുവേ നന്ദി. കർത്താവേ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ നന്ദി. ആമേൻ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ. സൗഖ്യമായി കൃപയായി നിറഞ്ഞിടണേ. അനുഗ്രഹത്തിൻ പെരുമഴ ചൊരിയണമേ. സൗഖ്യമായി കൃപയായി നിറഞ്ഞിടണേ. അനുഗ്രഹ പെരുമഴ ചൊരിയണമേ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ. കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ. കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ. സുവിശേഷം തീ പോലെ കത്തിപ്പടരട്ടെ.